ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ജനുവരി മാസഫലം ധനുക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ വിടുന്നവർക്ക് ജനുവരി മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ധനുക്കുറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ജനുവരി മാസത്തിലെ ഗ്രഹഗോചര സ്ഥിതി എങ്ങനെ നോക്കാം. ജന്മരാശ്യാധിപൻ ഗുരുവാണ്. ആ ഗുരു 6 വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. സൂര്യനാണെങ്കിൽ 13 വരെ ജന്മരാശിയിലുണ്ട്. അതിനുശേഷം 2 ആ സൂര്യൻ രാശി മാറുന്നു. ചൊവ്വാഗ്രഹം അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിച്ച് 21 7 രാശി മാറുന്നു. ബുധനാണെങ്കിൽ 4 ജന്മരാശിയിലേക്കും 24 2 രാശി മാറുന്നു. ശുക്രനാണെങ്കിൽ 3 28 ആ ശുക്രൻ 4 രാശി മാറുന്നു. ശനിയാണെങ്കിൽ 3 സ്ഥിതി തുടരുന്നു. രാഹു 4 കേതു 10 സ്ഥിതി തുടരുന്നു. അപ്പം ആദ്യം നമുക്ക് ഈ ധനുക്കുറുകാരുടെ ആരോഗ്യസ്ഥിതി ജനുവരി മാസത്തെ ഗ്രഹ ഗോചരസ്ഥിതി അനുസരിച്ച് എങ്ങനെ നോക്കാം. ഇപ്പം ജന്മരാശ്യാധിപൻ ഗുരു 6 രോഗസ്ഥാനത്താണ്, പക്ഷേ വക്രത്തിലാണ്. അത് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുന്നതിന് സഹായകമാകും. എങ്കിലും ചിലർക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അഷ്ടമത്തിൽ ചൊവ്വ നീചരാശിയിൽ വക്രത്തിലാകുന്നതും ഗുണം ചെയ്യും. എങ്കിലും നമ്മൾ ഈ ഇൻഷുറി ഉണ്ടാകാവുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അതുപോലെ ഡ്രൈവിങ്ങിലൊക്കെ ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. ദൂരയാത്രകളിലുമൊക്കെ ഒരു കെയർ വേണം. സുഖസ്ഥാനത്തൊക്കെ രാഹു ഉള്ള സമയമായതുകൊണ്ട്, സുഖസ്ഥാനാധിപൻ 6 ആയതുകൊണ്ട് മാനസികമായിട്ടൊരു ടെൻഷൻ, സ്ട്രെസ്സ് ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കഴിവതും നമ്മൾ എക്സസൈസ്, അതുപോലെ യോഗ, ധ്യാനം ഇവയൊക്കെ ശീലിക്കുന്നത് ഈ സമയത്ത് ഗുണം ചെയ്യും. ഇനി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ 4 ജന്മരാശിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിലുണ്ട്. അപ്പോൾ ഈ ബുധൻ 23 വരെ ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്നതും, അത് പ്രത്യേകിച്ച് ജന്മരാശിയിൽ ആ ബുധൻ സ്ഥിതി ചെയ്യുന്നത് ദിഗ്ബലമുള്ള സമയമാണ്. അതുകൊണ്ട് ഈ തൊഴിലിന്, അതായത് തൊഴിലിലൊക്കെ ഉയർച്ചയ്ക്കും തൊഴിലൊരു സ്ഥാനക്കയറ്റത്തിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. അപ്പം ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി കർമ്മസ്ഥാനത്തുണ്ട്. അപ്പോൾ ഈ തൊഴിൽപരമായിട്ട് തൊഴിൽ മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിയുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. തൊഴിൽ അന്വേഷകർക്ക് പൊതുവേ ഈ 9ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ആ സൂര്യനും അതുപോലെ ബുധനും ജന്മരാശിയിലൂടെ പോകുന്നത്, അതുപോലെ ജന്മരാശ്യാധിപൻ ആയിട്ടുള്ള അത് ഈ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നത് ഗുരു, ഇതൊക്കെ തന്നെ ഈ തൊഴിലിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. നമ്മൾ അതിൻ്റെ അവസരങ്ങളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അതിനനുകൂലമായിട്ടുള്ളൊരു ഗ്രഹ ഗോചരസ്ഥിതിയാണ്. 21 മുതൽ ആ ചൊവ്വാഗ്രഹം 7 രാശി മാറുന്നുണ്ട്. ആ 10 ആ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട്, വക്രദൃഷ്ടി. 10 കേതുണ്ട്. അപ്പോൾ അവസാന വാരം ഈ തൊഴിലിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ, ചെറിയ തോതിലുള്ള തർക്കങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംതൃപ്തി ഇല്ലായ്മ ഒക്കെ ചിലപ്പോൾ അവസാനത്തെ വാരത്ത് സാധ്യത കാണുന്നു. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് 6 നിൽക്കുന്ന ഗുരു 12 ദൃഷ്ടി ചെയ്യുന്നത് വിദേശത്ത് സേവനമനുഷ്ഠിക്കാൻ താല്പര്യം ഉള്ളവർക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹ ഗോചരസ്ഥിതിയാണ്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 3 വാരം പൊതുവെ അനുകൂല സമയമാകും. 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ 7 തന്നെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ജന്മരാശിയിൽ നിന്നുകൊണ്ട് 7 ദൃഷ്ടി ചെയ്യുന്നു. അതുപോലെ ഭാഗ്യഭാവാധിപനും ആദ്യത്തെ 2 വാരം 7 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ബിസിനസ്സിൻ്റെ
വിജയത്തിനും ബിസിനസ്സിൻ്റെ പുരോഗമനത്തിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ സ്മൂത്താകും, പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. അതേസമയം അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ ആ കുജനൊക്കെ 7 പ്രത്യേകിച്ച് ശത്രുസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പം ജന്മരാശിയിലൊക്കെ ആ കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിസിനസ് ഡീലിങ്സിലൊക്കെ ഒരു കെയർ വേണം. വിദേശ വിപണനത്തിന് വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധൻ ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ്. രവിയും ബുധനും 9ഉം 10ഉം ഭാവാധിപനുടെ യോഗം ജന്മരാശിയിലുണ്ട്. അതൊക്കെ വളരെ ഗുണം ചെയ്യും. 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം അഷ്ടമത്തിൽ നീചരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നതൊക്കെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അവരുടെ ആ മെല്ലപ്പോക്കൊക്കെ മാറുന്നതിന് സഹായകമാകും. പൊതുവെ നമുക്ക് വിഷയങ്ങൾ പ്ലാൻ ചെയ്ത് പഠിക്കുന്നവർക്ക് പഠന മികവ് സാധ്യമാകാവുന്ന മാസമായിട്ട് ജനുവരി മാസത്തെ കാണാം. അതേസമയം കുജൻ്റെ ആ വക്രസ്ഥിതി പഠനത്തിൽ ചിലർക്ക് ചെറിയ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കിയെന്ന് വരാം. അപ്പോൾ അവിടെ ഒരു കെയർ കൊടുക്കണം. അപ്പോൾ സീരിയസ് ആയിട്ട് ഇപ്പോൾ ഈ പഠനമൊക്കെ നടത്തുന്നവർക്ക് ജനുവരി മാസം പഠന നേട്ടങ്ങളുടെ മാസമായിട്ട് കാണാം. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ശനി 3ൽ ബലവാനാണ്. 11ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനുമായിട്ട് ആ ശനിക്ക് യോഗം വരുന്നുണ്ട്. 2ലാണെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. അതേസമയം ഈ 12ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയും 2ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം 2ാം ഭാവാധിപൻ ശനിയെയും ആ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ ഈ ജനുവരി മാസത്തിൽ ഉണ്ടാക്കിയെന്ന് വരാം. അപ്പോൾ നമ്മൾ ഈ ധനം ട്രാൻസാക്ട് ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. പൊതുവെ ധനപരമായിട്ട് ഒരു ജാഗ്രത വേണ്ടുന്ന സമയമാണ്. ധനകാരകൻ ഗുരുവക്രത്തിലും ആയതുകൊണ്ട് നമ്മൾ ആ ധനകാരകൻ 6ലെ വക്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ധനാഗമം മെച്ചപ്പെടുത്തുന്നതിന്, ഇപ്പോൾ കടങ്ങളൊക്കെ ഉള്ളവർക്ക് ആ കടം വീടുന്നതിന് അതിനുള്ള മാർഗങ്ങളും അതിനുള്ള പ്ലാനുകളും ഒക്കെ തയ്യാറാക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ ലോണൊക്കെ കിട്ടുന്നതിന്, ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ലോണ് കിട്ടാൻ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിനും ഈ ഗുരുവിൻ്റെ വക്രസ്ഥിതി സഹായകമാണ്. ഇനി നമുക്ക് വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 3 വാരം അനുകൂല സമയമാണ്. കാരണം 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശി നിൽക്കുന്നു, 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ അവസാനത്തെ വാരം ആലോചനകൾക്ക് ചെറിയ തടസ്സമൊക്കെ ചിലപ്പം വന്നു എന്ന് വരാം. ഇപ്പോൾ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രണയബന്ധം അവർക്ക് സ്മൂത്ത് ആകണമെന്നില്ല. കാരണം 5ാം ഭാവാധിപൻ അഷ്ടമത്തിലാണ് 20 വരെ. അതൊക്കെ ബന്ധത്തിൽ ചെറിയ തടസ്സങ്ങളുണ്ടാകും, അല്ലെങ്കിൽ മെല്ലെപ്പോക്കുണ്ടാക്കും. ഇനി ദാമ്പത്യ ബന്ധം ആദ്യത്തെ 3 വാരം സന്തോഷകരമാകും. എങ്കിലും ആ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി ആദ്യത്തെ 2 വാരം 7ൽ വരുന്നതിനാൽ ഈ ദമ്പതിമാർക്കിടയിൽ ചില ഈഗോ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ വേണം. 21 മുതൽ ചൊവ്വ 7ലേക്ക് രാശി മാറുന്നുണ്ട്. അത് ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയ്ക്കോ ചെറിയ ചെറിയ തർക്കങ്ങൾക്കൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മാരിറ്റ് റിലേഷൻഷിപ്പിൽ ഒരു കെയർ വേണം. കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ 2ലെ കുജൻ്റെ ദൃഷ്ടിയും 4ലെ രാഹുവും 4ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 6ൽ സ്ഥിതി ചെയ്യുന്നതുമൊക്കെ കുടുംബത്തിൽ സുഖക്കുറവുണ്ടാക്കും. ബന്ധുക്കളുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം. വാഹനയാത്രകളിൽ ഡ്രൈവിങ്ങിലൊക്കെ ഒരു കെയർ വേണം. സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. 2ലൊക്കെ കുജൻ്റെ ദൃഷ്ടി ഉച്ചദൃഷ്ടിയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു സംയമനവും അതുപോലെ വിനയത്തോടെയുള്ള ഒരു സമീപനമൊക്കെ വേണ്ടുന്ന മാസമായിട്ട് നമ്മൾ ജനുവരി മാസത്തെ കാണുക. ജനുവരി 10, 11, 14, 15, 16, 24, 25 ഈ തീയതികൾ ഈ ധനുക്കുറുകാർക്കും ലഗ്നക്കാർക്ക് അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുക. പുതു സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അത് ഒഴിവാക്കുക ഈ ദിവസങ്ങളിൽ.
അതുപോലെ നമ്മൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കുന്നതും കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ധനുക്കൂറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും ഫലമാണ്. അപ്പോൾ ധനുക്കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ ധനു ലഗ്നം വരികയുള്ളൂ, മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരും. അപ്പോൾ വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവർക്ക് ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് ഈ ജനുവരി മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുന്നതിന് സഹായകമാകും. മാത്രമല്ല ഈ കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.